പ്രകാശമേ മിഴി തുറക്കുക വേഗം. ശോശിയായിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസംബർ മാസം ആരംഭിക്കുകയാണ്. 2-ാം തീയതി പുതിയ ഒരു കാലം ആരംഭിക്കുകയാണ്. പുതിയ വർഷം തന്നെ മംഗളവാർത്തക്കാലം ആരംഭിക്കുകയാണ്. രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന കാലമാണ് മംഗളവാർത്തയെന്നും ആഗമനകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ വായനയ്ക്കായിട്ട് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-43 വരെ വാക്യങ്ങൾ. 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എൻ്റെ ഏക മകനാണ്. സ്നേഹമുള്ളവരെ, മംഗളവാർത്തക്കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഒരു പിതാവിനെയാണ്. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവ്. മകൻ പിശാച് ബാധിതനാണ്. അവൻ പിശാച് ബാധിക്കുന്ന ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ശിഷ്യന്മാർ ശ്രമിച്ചിട്ട് ആ പിശാചിനെ പുറത്താക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. എൻ്റെ മകനെ കടാക്ഷിക്കണമേ. യേശുവിനെ ശാസിച്ചു, പിശാചിനെ പുറത്താക്കി. അതിൻ്റെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. നമ്മളോടും പറയുന്നു, നമ്മൾ പറയാം, കർത്താവ് എന്നെ കടാക്ഷിക്കണമേ, എൻ്റെ മകനെ കടാക്ഷിക്കണമേ. കാരണം വലിയ പീഡനങ്ങൾക്ക്, ക്ലേശങ്ങൾക്ക്, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ പൈശാചിക ശക്തികൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം മാമോനാണല്ലോ. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല. നമ്മളറിയാതെ തിന്മയുടെ ശക്തികൾ, ആസക്തികളായി നമ്മളെ ആക്രമിച്ചു കീഴടക്കുന്നു. പലപ്പോഴും നമ്മുടെ അടിമകളായി പോകുന്നു. ഈ സാഹചര്യത്തിൽ മംഗളവാർത്ത നൽകുന്ന സന്ദേശം ഇതാണ്: ദൈവം നമ്മെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനായി കടന്നു വരുന്നു നമുക്ക് മോചനം നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്വീകരിക്കാനുള്ള മനോഭാവം ഇതായിരിക്കണം. യേശുവിനോട് പ്രാർത്ഥിച്ചു പോലെ, കർത്താവെ എൻ്റെ മകനെ കടാക്ഷിക്കണമെന്നല്ല, കർത്താവെ എന്നെ കടാക്ഷിക്കണമേ. എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത പല ശക്തികളും എന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തെറ്റായ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങൾ ആസക്തികളായി മാറുന്നു. പലപ്പോഴും അറിയാതെ ഞാൻ അടിമയായി പോകുന്നു. അതുകൊണ്ട് എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് മോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും തിന്മയുടെ ശക്തികളിൽ നിന്നും, ആസക്തികളിൽ നിന്നും, ദുരാഗ്രഹങ്ങളിൽ നിന്നും മോചനം നൽകി രക്ഷകനെ സ്വീകരിക്കാനുള്ള ആ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. നിൻ വഴിയേ